കേരള സർവകലാശാല ന്യൂസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ ചാനലിലൂടെ വിവിധ പാഠ്യവിഷയങ്ങളെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ, മറ്റ് വിവരങ്ങൾ, മോഡൽ ക്വസ്റ്റ്യൻസ്, എക്സാം ടിപ്സ് എന്നിവ ലഭ്യമായി തുടങ്ങുന്നതാണ്. നിങ്ങളുടെ പിന്തുണ ഞങ്ങളൊപ്പം പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് എന്താ? ഡെഫിനീഷൻ ആൻഡ് എമർജൻസ് ഓഫ് എക്കണോമിക്സ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സബ്ജക്റ്റ് മാറ്റർ ഓഫ് എക്കണോമിക്സ് ആണ്. നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. Today's class is dealing with subject matter of economics. Economics can be studied through two approaches. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് മാറ്റർ ഓഫ് എക്കണോമിക്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ട്രഡീഷണൽ അപ്രോച്ച് ആൻഡ് മോഡേൺ അപ്രോച്ച്. നമ്മുടെ സബ്ജക്റ്റ് മാറ്റർ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും, ട്രഡീഷണൽ അപ്രോച്ചും മോഡേൺ അപ്രോച്ചും. അപ്പോൾ നമ്മുടെ ട്രഡീഷണൽ അപ്രോച്ച് എന്തൊക്കെ ഉൾപ്പെടുമെന്ന് നമുക്ക് നോക്കാം. അണ്ടർ ട്രഡീഷണൽ അപ്രോച്ച്, major categories namely consumption, production, exchange, distribution and public finance. ഇപ്പോൾ ട്രഡീഷണൽ അപ്രോച്ചിൽ കൺസിസ്റ്റ് ചെയ്യുന്ന എന്തൊക്കെയാണ്? കൺസംഷൻ, പ്രൊഡക്ഷൻ, എക്സ്ചേഞ്ച്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പബ്ലിക് ഫിനാൻസ്. നമുക്ക് 1 by 1 ആയിട്ട് ഓരോ ടേമിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാം എന്താ കൺസംഷൻ എന്ന്. അപ്പോൾ നമുക്കറിയാം ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ് ആൻഡ് സ്കെയർസ് ആർ ലിമിറ്റഡ് അല്ലേ? നമ്മുടെ ഹ്യൂമൻ വാണ്ട്സ് എന്താണ്? അൺലിമിറ്റഡ് ആണ്. അപ്പോൾ സ്കെയർസ് ആൻഡ് റിസോഴ്സസ് ആർ ലിമിറ്റഡ്. ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ഹ്യൂമൻ വാണ്ട്സ് ത്രൂ ദി യൂസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് കെം ടു ബി നോൺ ആസ് കൺസംഷൻ. ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ഹ്യൂമൻ വാണ്ട്സ്, നമ്മുടെ ഹ്യൂമൻ വാണ്ട്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ത്രൂ എന്തിലൂടെ? യൂസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? നമ്മൾ കൺസംഷൻ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം. ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ഹ്യൂമൻ വാണ്ട്സ് ത്രൂ ദി യൂസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് കെം ടു ബി നോൺ ആസ് കൺസംഷൻ. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ആണല്ലേ. പ്രൊഡക്ഷൻ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് നോക്കാം. പ്രൊഡക്ഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദി പ്രൊഡ്യൂസിങ് തിങ്സ് ഫോർ സാറ്റിസ്ഫൈങ് ഹ്യൂമൻ വാണ്ട്സ്. അപ്പോൾ ഹ്യൂമൻ വാണ്ട്സിനെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഗുഡ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞാൽ പ്രൊഡക്ഷൻ ഈസ് ദ ആക്ട് ഓഫ് മാനുഫാക്ചറിങ് ഗുഡ്സ്. പ്രൊഡക്ഷൻ എന്താണ്? മാനുഫാക്ചറിങ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുക. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇസ് ദ ആക്ട് ഓഫ് മാനുഫാക്ചറിങ് ഗുഡ്സ്. നമ്മുടെ ഹ്യൂമൻ വാണ്ട്സിനെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള പ്രോഡക്റ്റിനെ മാനുഫാക്ചർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് ആണ് അല്ലേ. അപ്പം നമ്മൾ ഗുഡ്സ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തത് ഒരിക്കലും നമ്മുടെ സെൽഫ് കൺസംഷന് വേണ്ടിയല്ല. അത് നമ്മൾ മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കും, ബയേഴ്സ് അത് വാങ്ങും. അപ്പം ദ പ്രോസസ് ഓഫ് ബൈയിങ് ആൻഡ് സെല്ലിങ്, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ദ പ്രോസസ് ഓഫ് ബൈയിങ് ആൻഡ് സെല്ലിങ് കെം ടു ബി നോൺ ആസ് എക്സ്ചേഞ്ച്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ആണ് അല്ലേ. അപ്പം നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, അതായത് നമ്മുടെ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ, ഇതിൻ്റെ റിവാർഡ്, റെൻറ്റ്, വേജ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്. അപ്പോൾ ഇത് പ്രോസസ് ഓഫ് ഡിറ്റർമൈനിങ് റെൻറ്റ്, വേജ്, ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് കെം ടു ബി നോൺ ആസ് ഡിസ്ട്രിബ്യൂഷൻ. ഒന്നുകൂടെ പറയാം. നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കൊടുക്കുന്ന റിവാർഡ്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഏതൊക്കെയാണ്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. ഇതിൻ്റെ റിവാർഡായ റെൻറ്റ്, വേജ്, ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്. അപ്പോൾ ഈ റിവാർഡ് ഡിറ്റർമൈൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. പ്രോസസ് ഓഫ് ഡിറ്റർമൈനിങ് റെൻറ്റ്, വേജ്, ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് കെൻ ടു ബി നോൺ ആസ് ഡിസ്ട്രിബ്യൂഷൻ. The last and final point in the traditional approach is public finance. ഇപ്പോൾ പബ്ലിക് ഫിനാൻസ് എന്ന് വെച്ചാൽ എന്താ? ഹൗ ദി ഗവൺമെൻറ് ഗെറ്റ്സ് മണി, ഹൗ ഇറ്റ് സ്പെൻസ്. ഗവൺമെൻറ്റിൻ്റെ റവന്യൂ, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ കുറിച്ചുള്ള സ്റ്റഡിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പബ്ലിക് ഫിനാൻസ് എന്ന് പറയുന്നത്. ഇറ്റ് സ്റ്റഡീസ് ഹൗ ദി ഗവൺമെൻറ് ഗെറ്റ്സ് മണി ആൻഡ് ഹൗ ഇറ്റ് സ്പെൻസ്. അപ്പോൾ ഗവൺമെൻറ്റിന് എവിടെ നിന്നെല്ലാം പണം കിട്ടുന്നു, ഗവൺമെൻറ് വരവ്, ഗവൺമെൻറ്റിൻ്റെ ചിലവ്, ഇതിനെല്ലാം കുറിച്ചുള്ള ഒരു സ്റ്റഡിയാണ് പബ്ലിക് ഫിനാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ട്രഡീഷണൽ അപ്രോച്ചാണ് പറയുന്നത്. ട്രഡീഷണൽ അപ്രോച്ച് കൺസിസ്റ്റ് ഓഫ് 5 categories which are consumption, പ്രൊഡക്ഷൻ, എക്സ്ചേഞ്ച്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പബ്ലിക് ഫിനാൻസ്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ട്രഡീഷണൽ അപ്രോച്ച്. ഇനി നമ്മൾ നോക്കുന്നത് മോഡേൺ അപ്രോച്ചാണ്. Modern approach are classified into two
ഇതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ഫെമിലിയർ ആയിട്ടുള്ളത്, മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. മൈക്രോ എക്കണോമിക്സ് എന്താണ്, മാക്രോ എക്കണോമിക്സ് എന്താണ്, അത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ മൈക്രോ എക്കണോമിക്സ് നമുക്ക് ആദ്യം നോക്കാം. മൈക്രോ എക്കണോമിക്സ് ഈസ് എ സ്റ്റഡി ഇൻ എ പെർട്ടിക്കുലർ എക്കണോമിക് യൂണിറ്റ്, ഹൗസ് ഹോൾഡ് ഓർ ഫേം. ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഹൗസ് ഹോൾഡിനെയോ ഒരു ഫേമിനെയോ ഒരു ഇൻഡിവിജ്വലിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മൈക്രോ എക്കണോമിക്സ്. ഒരു സിംഗിൾ ഇൻഡിവിജ്വൽ യൂണിറ്റിനെ കുറിച്ചുള്ളൊരു പഠനത്തെയാണ് നമ്മൾ മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് പ്രൈസ് തിയറി. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. നമ്മുടെ മൈക്രോ എക്കണോമിക്സിനെ പ്രൈസ് തിയറി എന്നും അറിയപ്പെടും. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മോഡേൺ അപ്രോച്ചാണ്. മോഡേൺ അപ്രോച്ചിനെ രണ്ടായിട്ട് ക്ലാസിഫൈ എന്ന് പറഞ്ഞു, മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. മൈക്രോ എക്കണോമിക്സ് സ്റ്റഡി ഓഫ് എ പെർട്ടിക്കുലർ എക്കണോമിക് യൂണിറ്റ്. ഒരു സിംഗിൾ ഇൻഡിവിജ്വൽ യൂണിറ്റിനെയോ ഫേമിനെയോ ഹൗസ് ഹോൾഡിനെയോ ഒരു സിംഗിളായിട്ടുള്ള ഇൻഡിവിജ്വൽ ഇൻകത്തിനെയൊക്കെ കുറിച്ച് പഠിക്കുന്ന ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. മൈക്രോ എക്കണോമിക്സിനെ നമ്മൾ പ്രൈസ് തിയറി എന്നും അറിയപ്പെടും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മാക്രോ എക്കണോമിക്സ് എന്താണെന്നാണ്. നോക്കാം. മാക്രോ എക്കണോമിക്സ് ഇസ് എ സ്റ്റഡി ഓഫ് എക്കോണമിക് സിസ്റ്റം ഇസ് എ ഹോൾ. അപ്പോൾ ഒരു എക്കണോമിക് സിസ്റ്റത്തിന് മൊത്തത്തിൽ ദ സ്റ്റഡി മാക്രോ എക്കണോമിക്സ് ഇസ് എ സ്റ്റഡി വിച്ച് ഡീൽസ് വിത്ത് ദി എക്കോണമി സിസ്റ്റം ആസ് എ ഹോൾ. അതായത് നമ്മുടെ ഒരു എക്കോണമിയെ മൊത്തത്തിൽ ആസ് എ ഹോളായിട്ട് പഠിക്കുന്ന ഒരു സ്റ്റഡി ആണെങ്കിൽ അതിനെയാണ് നമ്മൾ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. നമ്മുടെ എക്കോണമിയെ മൊത്തത്തിൽ പഠിക്കുന്ന ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഒരു സിംഗിൾ ഇൻഡിവിജ്വൽ യൂണിറ്റിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അത് മൈക്രോ എക്കണോമിക്സ് ആയിരിക്കും. മാക്രോ എക്കണോമിക്സിനെ നമ്മൾ ഇൻകം തിയറി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ മാക്രോ എക്കണോമിക്സ് ഒരു എക്കോണമിയെ മൊത്തത്തിൽ ആസ് എ ഹോളായിട്ട് പഠിക്കുന്ന സിസ്റ്റമാറ്റിക് സ്റ്റഡിയാണ് നമ്മൾ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. മാക്രോ എക്കണോമിക്സിനെ നമ്മൾ ഇൻകം തിയറി എന്ന് അറിയപ്പെടും. മാക്രോ എക്കണോമിക്സിന് ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ നാഷണൽ ഇൻകമാണ്. ഒരു രാജ്യത്തെ മൊത്തം ഇൻകം, നാഷണൽ ഇൻകത്തിന് നമുക്കൊരു ബെസ്റ്റ് എക്സാമ്പിൾ, മാക്രോ എക്കണോമിക്സിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞത് മോഡേൺ അപ്രോച്ചാണ്. മോഡേൺ അപ്രോച്ചിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു, മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. മൈക്രോ എക്കണോമിക്സ് ആ സിംഗിൾ ഇൻഡിവിജ്വൽ യൂണിറ്റിനെ കുറിച്ചുള്ളൊരു പഠനത്തെയാണ് നമ്മൾ മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് പ്രൈസ് തിയറി. മാക്രോ എക്കണോമിക്സ് ആണെങ്കിൽ ഒരു എക്കോണമി മൊത്തത്തിൽ ആസ് എ ഹോളായിട്ടുള്ള സിസ്റ്റമാറ്റിക് സ്റ്റഡി ആണെങ്കിൽ അത് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നു. ഇൻകം തിയറി എന്നാണ് മാക്രോ എക്കണോമിക്സിനെ അറിയപ്പെടുന്നത്. പിന്നെ ജെയിം കെയ്ൻസ് ആണ് മാക്രോ എക്കണോമിക്സിൻ്റെ ഫാദർ എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. അതേ കണക്ക് തന്നെ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ നാഷണൽ ഇൻകം, രാജ്യത്തെ മൊത്ത വരുമാനത്തെ നമ്മൾ നാഷണൽ ഇൻകം എസ്റ്റിമേഷനൊക്കെ ഇനി പറയും. അപ്പോൾ ഇതിലും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് നാഷണൽ ഇൻകം GDP ആണ്. ഇനി നമുക്ക് നോക്കാം ഡിഫറൻസ് ബിറ്റ്വീൻ മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സ്. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞു മൈക്രോ എന്താണ്, മാക്രോ എക്കണോമിക്സ് എന്താണ്. നമുക്കിതിൻ്റെ ഒരു കമ്പാരിസൺ നടത്താം. നോക്കാം. മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. മൈക്രോ എക്കണോമിക്സ് ഈസ് ഡീൽസ് വിത്ത് കൺസ്യൂമർ, ഹൗസ് ഹോൾഡ്, ഫേംസ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു കൺസ്യൂമറിനെ, ഹൗസ് ഹോൾഡിനെ, ഫേമിനെ കുറിച്ചുള്ളൊരു സ്റ്റഡിയാണ് മൈക്രോ എക്കണോമിക്സ് നടത്തുന്നതെങ്കിൽ മാക്രോ എക്കണോമിക്സിൽ യൂണിറ്റ് ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത് GDP, പ്രൈസ് ലെവൽ, അങ്ങനെ ഒരു രാജ്യത്തെ മൊത്തമായിട്ടുള്ള ഒരു കാര്യങ്ങളായിരിക്കും നമ്മൾ മാക്രോ എക്കണോമിക്സ് അനലൈസ് ചെയ്യുന്നത്. മൈക്രോ എക്കണോമിക്സ് പാർഷ്യൽ ഇക്വിലിബ്രിയം ആണെങ്കിൽ മാക്രോ എക്കണോമിക്സിൽ ജനറൽ ഇക്വിലിബ്രിയം ആയിരിക്കും. പിന്നെ നമ്മുടെ മൈക്രോ എക്കണോമിക്സിൽ സിമ്പിളായിട്ടുള്ള മൈക്രോ യൂണിറ്റ്സ് ആയിരിക്കും. നമ്മൾ പറഞ്ഞു ഒരു ഹൗസ് ഹോൾഡിനെയോ ഒരു ഫേമിനെയോ കുറിച്ചുള്ള ഒരു സ്റ്റഡിയാണ്. അപ്പോൾ അത് സിമ്പിൾ മൈക്രോ യൂണിറ്റ് ആയിരിക്കും. മാക്രോ എക്കണോമിക്സ് ആകുമ്പോൾ ആഗ്രിഗേറ്റ് എക്കോണമി ആയിരിക്കും. അവിടെ ആഗ്രിഗേറ്റ് എക്കോണമി എന്ന് വെച്ചാൽ ടോട്ടൽ. ആഗ്രിഗേറ്റ് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ടോട്ടലാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു മാക്രോ എക്കണോമിക്സിൽ കൂടുതലും നമ്മൾ നാഷണൽ ഇൻകവും GNP, പ്രൈസ് ലെവൽ, അങ്ങനെ ടോട്ടലായിട്ടുള്ള കാര്യങ്ങളായിരിക്കും സ്റ്റഡി ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ആഗ്രിഗേറ്റ് എക്കോണമി എന്ന് പറയുന്നത്. വ്യൂ പോയിൻ്റ് എന്ന് വെച്ചാൽ മൈക്രോ എക്കണോമിക്സിന് സ്മോൾ വ്യൂ പോയിൻ്റ് ആണ്, മീൻസ് വോംസ് ഐ വ്യൂ ആണ്. മാക്രോ എക്കണോമിക്സിന് ബേർഡ്സ് ഐ വ്യൂ ആണ്. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് മൈക്രോ എക്കണോമിക്സ് ആൻഡ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് മൈക്രോ എക്കണോമിക്സിൽ ടു അനലൈസ് ദി ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽ എക്കണോമിക് യൂണിറ്റ്.
ഒരു ഒരു ഇൻഡിവിജ്വൽ എക്കണോമിക് യൂണിറ്റിൻ്റെ ബിഹേവിയർ അനലൈസ് ചെയ്യുന്നതാണ് മൈക്രോ എക്കണോമിക്സിൻ്റെ ഒബ്ജക്റ്റീവ്. മാക്രോ എക്കണോമിക്സിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ആഗ്രിഗേറ്റ് ആയ ഹോൾ എക്കോണമിയുടെ എക്കണോമിക് ബിഹേവിയർ അനലൈസ് ചെയ്യുക എന്നതാണ് മാക്രോ എക്കണോമിക്സിൻ്റെ ബിഹേവിയർ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. മൈക്രോ എക്കണോമിക്സിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഡിമാൻഡാണ്, ഇൻഡിവിജ്വൽ ഇൻകം. നമ്മുടെ സ്വന്തം ഒരു കൺസ്യൂമറിൻ്റെ അല്ലെങ്കിൽ ഹൗസ് ഹോൾഡിൻ്റെ ഫേമിൻ്റെ ഇതിനുള്ള സിംഗിൾ എക്കണോമിക് സ്റ്റഡിയാണ് മൈക്രോ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഡിമാൻഡും ഇൻഡിവിജ്വൽ ഇൻകവും. നമ്മൾ മാക്രോ എക്കണോമിക്സിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു നാഷണൽ ഇൻകം. അത് കണക്കിന് ആഗ്രിഗേറ്റ് ഡിമാൻഡ് മീൻസ് ടോട്ടൽ ഡിമാൻഡ്, മൊത്തത്തിലുള്ള ഡിമാൻഡ്, നാഷണൽ ഇൻകം. ഇതൊക്കെയാണ് മാക്രോ എക്കണോമിക്സിന് ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ മൈക്രോ ആൻഡ് മാക്രോയുടെ ഒരു കമ്പാരിസൺ ആണ് നമ്മൾ പറഞ്ഞത്. മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ എക്കണോമിക് യൂണിറ്റ് കുറിച്ചുള്ള ഒരു എക്കണോമിക് ബിഹേവിയർ അനാലിസിസ് ചെയ്യാനുള്ളൊരു സ്റ്റഡിയാണ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പം അതിനെ നമ്മൾ പ്രൈസ് തിയറി എന്നാണ് അറിയപ്പെടുന്നത്. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു ഇൻഡിവിജ്വൽ ഡിമാൻഡും പിന്നെ ഇൻഡിവിജ്വൽ ഇൻകവും, പിന്നെ അത് വേംസ് ഐവ്യൂ എന്ന് പറഞ്ഞു. പിന്നെ മാക്രോ എക്കണോമിക്സിലോട്ട് വരുമ്പം ദ സ്റ്റഡി ഓഫ് എക്കോണമി ആസ് എ ഹോൾ, ഒരു എക്കോണമിയെ മൊത്തത്തിൽ പഠിക്കുകയാണെങ്കിൽ അത് മാക്രോ എക്കണോമിക്സ് ആണെന്നാണ് നമ്മൾ പറയുന്നത്. പിന്നെ അതിനെ നമ്മൾ ഇൻകം തിയറി എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ ബേർഡ്സ് ഐ വ്യൂ എന്ന് പറഞ്ഞ് ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ആഗ്രിഗേറ്റ് ഡിമാൻഡ് ആൻഡ് നാഷണൽ ഇൻകം. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. സജഷൻസും മറ്റ് നിങ്ങൾക്ക് വേണ്ടുന്ന ടോപ്പിക്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനിയൊരു വെറൈറ്റി ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.